ശരിക്കും പറഞ്ഞാൽ ഈ കിർണ കുന്നുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ മേഖലയാണ്. ഏതാണ്ട് 1980കളുടെ തുടക്കം മുതൽ തന്നെ ഈ ആണവായുധങ്ങളുടെ പരീക്ഷണ ഘട്ടമെല്ലാം നടന്നത് ഈ കിർണ കുന്നുകളുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് ഇവരുടെ ആണവായുധ സംഭരണശാല അവിടെയാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നു, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഈ കിർണ കുന്നുകൾക്ക് ഒന്നിലധികം കവാടങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അവിടെ ബങ്കറുകൾ എന്ന് പറഞ്ഞാൽ ഈ തുരങ്കങ്ങളും മറ്റും നിർമ്മിച്ചു. ഇതൊക്കെ തന്നെ ഈ സാറ്റലൈറ്റ് ചിത്രത്തിലൂടെ പുറത്തു വന്ന കാര്യങ്ങളാണ്. എന്തിനാണ് ഈ കുന്നിൽ, പ്രകൃതി നിർമ്മിതമായ കുന്നുകളായിരിക്കുമല്ലോ, അവിടെ എന്തിനാണ് ഇങ്ങനെ അടച്ചുറപ്പുള്ള ഒരു വാതിലുകൾ പണിയുന്നത്? എന്തിനാണ് അവിടെ പാകിസ്ഥാൻ വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയത്? മാത്രമല്ല നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് ആണവ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് എയർക്രാഫ്റ്റുകൾക്ക് നൂർഖാൻ എയർബേസ് വഴി പറന്നു പോകാൻ കഴിയും എന്നൊക്കെയുള്ള ചില വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട്. സത്യമാണോ നമുക്കറിയില്ല. ഇപ്പോൾ കേൾക്കുന്ന വിവരം അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ്റെ 12 എയർബേസുകൾ തകർത്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ റൺവേ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും തകർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിന് പോലും പറന്നിറങ്ങാനോ പറന്നു പൊങ്ങാനോ കഴിയില്ല. ലാൻഡിങ്ങും പറ്റില്ല, ടേക്ക് ഓഫ് പറ്റില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ദൃശ്യത്തിൽ കാണുന്നത് ഈ പറയുന്ന കുന്നുകൾക്ക് സമീപത്തേക്ക്, അതായത് ഈ ആണവ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന കുന്നുകൾ എന്ന് പറഞ്ഞില്ലേ, ഈ കുന്നുകൾക്ക് സമീപത്തേക്ക് ഒരു മിസൈൽ വന്ന് വീഴുന്നുണ്ട്. ഈ കുന്നുകൾക്ക് മുന്നിലായിട്ടാണ് ഈ മിസൈൽ വീഴുന്നത്, അല്ലെങ്കിൽ ഒരു വാർഹെഡ് വന്ന് വീഴുന്നത്. ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷേ ഈ കുന്നുകൾക്കൊന്നും സംഭവിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ത്യ അവരുടെ ഈ കിർണ കുന്നുകൾ എന്ന് പറയുന്ന ആണവ സംഭരണ മേഖലയെ ടാർഗറ്റ് ചെയ്യുന്നു, ലക്ഷ്യം വെക്കുന്നു. എന്നിട്ടൊരു വാണിംഗ് മിസൈൽ അയക്കുന്നു. ബ്രഹ്മോസ് പോലെയുള്ള ഒരു മിസൈലാണ് അയക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ലക്ഷ്യം ഭേദിക്കാൻ കഴിയുമായിരുന്നു. അത് ആകാശത്ത് നിന്ന് നമുക്ക് വിക്ഷേപിക്കാൻ കഴിയും, കരയിൽ നിന്ന് പറ്റും, ഇനി കടലിൽ നിന്നും പറ്റും. അങ്ങനെ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് ഉപയോഗിച്ച് നമ്മളൊരു ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നേനെ. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെന്നും ഇതിലേക്ക് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്താനായിട്ട് അയക്കുന്നു എന്നുമാണ് നമ്മൾ ചിന്തിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം കഴിഞ്ഞ ദിവസം 3 സൈന്യങ്ങളുടെയും മേധാവിമാർ സംയുക്തമായി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് പല കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.